ഹായ് ട്രേഡേഴ്സ്, ഇന്ന് ജൂലൈ 29 ഇന്നലെ എക്സ്പയറി ആയിരുന്നു, മന്ത്ലി എക്സ്പയറി ആയിരുന്നു. ഇന്ന് ഫ്രഷ് ഡേ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം നിഫ്റ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്ന് ആക്ച്വലി നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് 24,000 ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ആ ലെവലിൽ മാർക്കറ്റ് 24 ഒരു ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് 24,250 എന്ന് പറഞ്ഞ ലെവലിൽ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഒബ്വിയസ്ലി നല്ലൊരു ബുള്ളിഷ്നെസ് തന്നെയാണ് മാർക്കറ്റിൽ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് നിഫ്റ്റിയിൽ നല്ലൊരു ബുള്ളിഷ്നെസ് ആണ് ഈ ഒരു മന്ത് സ്റ്റാർട്ടിങ് എന്ന് പറയാം. നമുക്ക് നെക്സ്റ്റ് ഓഗസ്റ്റിന്റെ എക്സ്പയറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പുതിയ മന്തിലേക്ക് കാണുക. മന്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ്നെസ്, ഓൾമോസ്റ്റ് ഒരു 1% നിഫ്റ്റിയിൽ ബുള്ളിഷ്നെസ് ആണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അപ്പം നാളെയും കൂടെ നമുക്ക് ആ ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 24,360 അല്ലെങ്കിൽ 370 എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ റെസിസ്റ്റൻസ്, പ്രീവിയസ്ലി കുറച്ച് ദിവസങ്ങളായിട്ട് മേ ബി നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ജൂലൈയിൽ ഉണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഓൾമോസ്റ്റ് 24,100 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ പോസിറ്റീവാണ്. അതും കൂടെ പിന്നെ മാർക്കറ്റിൽ പുതിയ ഹൈകൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇവിടെ ആക്ച്വലി ഒരു ക്യാരക്ടർ ചേഞ്ചിനൊക്കെ സാധ്യതയുള്ള ഏരിയയാണ് നിഫ്റ്റിയിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം കീ ലെവലാണ് 24,300 350 എന്ന് പറഞ്ഞ ലെവൽ ഒരു കീ ലെവൽ തന്നെയാണ്. അവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ 24,500 മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ മാർക്കറ്റ് ഒരു നാളെ ഒരു ഫ്ലാറ്റോ ഗ്യാപ്പ് ഡൗണോ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ബെയറിഷിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസും കാണുന്നുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, അപ്പം അത് ഡിപ്പെൻഡ്സ് ഓൺ ഗ്ലോബലി ഉള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓൾറെഡി Q1 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഡെയിലി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കുറേ സ്റ്റോക്സിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്ത ഒരു ഡേയും കൂടിയായിരുന്നു. ഓക്കെ, അതേപോലെ ബാങ്കിൽ നോക്കുവാണെങ്കിൽ ബാങ്കിൽ ഓൾമോസ്റ്റ് 0.8% ആണ് ഇന്ന് ബാങ്കിൽ മൂവ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് ഡേ തന്നെയായിരുന്നു. ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. നല്ലൊരു ഹയർ ഹൈ സ്ട്രക്ചറാണ് മാർക്കറ്റിൽ ഫോം ചെയ്ത് ഓൾമോസ്റ്റ് ഒരു മാർക്കറ്റ് ഒരു ഹൈ നോട്ടിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അതേപോലെ മിഡ് ഗ്യാപ്പിലാണെങ്കിൽ 0.8% മാർക്കറ്റിൽ മൂവ് ചെയ്തു. മിഡ് ഗ്യാപ്പിലും ഒരു ബുള്ളിഷ് സ്ട്രക്ചർ തന്നെയാണ് ഇന്ന് ഫോം ചെയ്തത്. അതേപോലെ സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ സ്മോൾ ക്യാപ്പ് നല്ല ഇവൻ നിങ്ങളിപ്പോൾ നോക്കിയ പോലെ മിഡ് ക്യാപ്പിലും ബാങ്ക് നിഫ്റ്റിയിലും കണ്ടതിനെക്കാട്ടിയും എത്രയോ ബെറ്റർ ആണ് സ്മോൾ ക്യാപ്പിലെ ആ ഒരു സ്ട്രക്ചർ. നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതോട് കൂടി ഓൾമോസ്റ്റ് 1% മൂവ്മെന്റ് ആണ് ഇന്ന് സ്മോൾ ക്യാപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 18,100 അടുത്ത ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുള്ള സ്മോൾ ക്യാപ്പിൽ. അപ്പോൾ അതുവരെ ഒരു റാലിക്കുള്ള പോസിബിലിറ്റിയും സ്മോൾ ക്യാപ്പിൽ കാണുന്നുണ്ട്. അപ്പൊ നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് സംസാരിച്ച പോലെ 24,350 ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അതേപോലെ 24,500 അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലാണ്, കീ ലെവൽസ് ആണ്. അപ്പം കറന്റ്ലി സപ്പോർട്ടായിട്ടുള്ളത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഡേയ്സ് ലോ ആണ് 23 ഇല്ലെങ്കിൽ 24,000 തന്നെ ഒരു കീ ലെവലായിട്ട് നമുക്ക് സപ്പോർട്ടായിട്ട് എടുക്കാം. അതല്ലാതെ 23,600 ആണ് അടുത്ത ഒരു സപ്പോർട്ട് ലെവൽസ്. ദെൻ പിന്നെ ഇന്നലെ നല്ല രീതിയിൽ തന്നെ ക്രൂഡ് ഓയിൽ ഡൗൺ ആയിരുന്നു. ബട്ട് ഇന്ന് ഓൾമോസ്റ്റ് 5% പിന്നെ അപ്പാണ്, മാർക്കറ്റിൽ അപ്പാണ്. ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 8 to 9% ക്രൂഡ് ഓയിൽ ഡ്രോപ്പ് ചെയ്തിരുന്നു. ഇല്ലെങ്കിൽ 90 എബോവ് ഉണ്ടായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ബ്രെന്റ് ക്രൂഡ്. ഇന്ന് ഓൾമോസ്റ്റ് 86 കറന്റ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നല്ലൊരു കുറച്ചും കൂടെ ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. അപ്പം ഇന്ന് പെർഫോം ചെയ്ത ഒരു മേജർ സെക്ടർ എന്ന് പറഞ്ഞാൽ IT ആണ്. IT കപ്പിൾ ഓഫ് ഡേയ്സ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു കപ്പിൾ ഓഫ് ഡേയ്സ് 1 2 3 ഡേയ്സ് ആയിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ റാലി ചെയ്യുന്നുണ്ട്. ഇന്നും അത് കണ്ടിന്യൂ ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 2.3% ആണ് IT ഇൻഡെക്സിൽ ഇന്ന് റാലി ചെയ്തത്. ഓൾമോസ്റ്റ് 700 പോയിന്റ്സ് എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്തു, മാർക്കറ്റ് അവിടെ കൺസോളിഡേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നലെയും അങ്ങനെ തന്നെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു, കുറച്ച് മൂവ് ചെയ്തു, കൺസോളിഡേറ്റ് ചെയ്തു, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, കൺസോളിഡേറ്റ് ചെയ്തു.
അപ്പം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അപ്പം ഗ്ലോബൽ മാർക്കറ്റിന്റെ ആ സിനാരിയോക്ക് അനുസരിച്ചാണ് IT ബിഹേവ് ചെയ്യുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്സ് വരുന്നു, മാർക്കറ്റ് അങ്ങനെ വലുതായിട്ട് പിന്നെ മാർക്കറ്റ് അവേഴ്സിൽ വലിയ രീതിയിൽ മൂവ്മെന്റ് ഇല്ല, പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ മെറ്റലിലാണെങ്കിൽ മെറ്റൽ നല്ല രീതിയിൽ ഇന്ന് റാലി ചെയ്തിട്ടുണ്ട്. ഇന്ന് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഓൾമോസ്റ്റ് 2%, ഓൾമോസ്റ്റ് IT എത്രയാണോ റാലി ചെയ്തത് അതിനെക്കാട്ടി നല്ല രീതിയിൽ തന്നെ ഇത് റാലി ചെയ്തത്. ഇത് മാർക്കറ്റ് അവേഴ്സിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തെങ്കിലും നല്ല രീതിയിൽ ഓൾമോസ്റ്റ് 2%, 2.3% ആണ് മെറ്റലിൽ മൂവ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇന്ന് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് പറയുകയാണെങ്കിൽ ഇന്ന് പെർഫോം ചെയ്ത മേജർ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ PSCBL ആണ്, കെമിക്കൽസ് ആണ്. അത് ഓൾമോസ്റ്റ് ഇന്ന് റിസൾട്ട് ഉണ്ടാകും. അപ്പം റിസൾട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 14% ആണ് PSBL ഇന്ന് മൂവ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തിരിച്ചും മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. JK ബാങ്ക്സിൽ ഇന്ന് റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പം ആ റിസൾട്ട് വന്നതോടുകൂടി അപ്പം അതിൽ കുറച്ച് നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് ജമ്മു കാശ്മീർ ബാങ്കിൽ വന്നത്. അതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 12%ഓളം ജമ്മു കാശ്മീരിൽ ഫോളോ ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഡേയിൽ പറയാനുള്ളത്. അതേപോലെ നിഫ്റ്റിയിലാണെങ്കിൽ ഒരു ബുള്ളിഷ് സെന്റിമെന്റ്സ് ആണ് നാളത്തേക്കും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു.